നമ്മൾ എത്ര തന്നെ കെമിക്കൽ ഡൈ യൂസ് ചെയ്താലും നമുക്ക് ഒത്തിരി നാൾ കഴിയുമ്പോൾ നമുക്കുണ്ടാവുന്ന എഫക്റ്റൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി നാൾ കഴിയുമ്പോൾ ഈ സ്ഥിരമായിട്ട് ഈ ഹെയർ ഡൈസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു സൈഡ് എഫക്റ്റുകളൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഉപയോഗിക്കാൻ സേഫ് നാച്ചുറലായുള്ള ഹെയർ ഡൈ ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന നാച്ചുറലായൊരു ഹെയർ ഡൈ ആണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. പണ്ട് മുതൽ മുടി കറുക്കാനും മുടി സംരക്ഷണത്തിനും വേണ്ടിയിട്ട് ഉപയോഗിച്ച് പോകുന്നൊരു കാര്യം വെച്ചിട്ടാണ്, അതായത് നമ്മുടെ മുത്തശ്ശിമാരൊക്കെ ചെയ്യുന്ന ഒരു രീതിയാണിത്. അപ്പോൾ മുടി റൂട്ട് മുതൽ നന്നായിട്ട് വളരാനും മുടി നന്നായിട്ട് കറുക്കാനും വേണ്ടി പണ്ടുള്ള ആൾക്കാരൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു ചെടിയുടെ വേരാണിത്. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മളിന്ന് ഹെയർ ഡൈ ഉണ്ടാക്കാൻ പോകുന്നത്. ആയുർവേദത്തിൽ തപസ്വിനി എന്നറിയപ്പെടുന്ന ജഡാമാഞ്ചി എന്ന ചെടിയാണിത്. ഈ ഒരു ചെടിയുടെ വേരാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. ഏറെ വംശനാശം വന്നു പോയിട്ടുള്ളൊരു ചെടിയും കൂടെയാണിത്. ജഡാമാഞ്ചി ഉപയോഗിച്ചിട്ട് എണ്ണ കാച്ചിയിട്ട് നമ്മൾ മുടിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ഉറക്കം കിട്ടുമെന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ നന്നായിട്ട് മുടി കറുക്കാനും മുടി വളരാനും മുടി റൂട്ട് മുതൽ നന്നായിട്ട് കറുത്ത് വരാനും ഒക്കെ പറ്റിയൊരു കാര്യമാണിത്. മുടിക്ക് മാത്രമല്ല ഒരുപാട് ഗുണങ്ങളുള്ളൊരു ചെടി കൂടിയാണിത്. നമ്മുടെ സ്കിൻ സെൽസിൻ്റെ ഒരു ചുളിവുകളൊക്കെ മാറ്റാനായിട്ട്, സ്കിൻ സെൽസ് നന്നായിട്ട് റെജുനേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. അതുപോലെ ആൻറ്റി ഓക്സിഡൻറ്റ്സ് ഒരുപാടുള്ളത് കൊണ്ട് തന്നെ ഓർമ്മശക്തി കൂട്ടാനൊക്കെ സഹായിക്കും. അപ്പോൾ നമ്മളിവിടെ ഒരു ഗ്ലാസ് വെള്ളം നന്നായിട്ട് തിളപ്പിക്കുക ആദ്യം. അതിലേക്ക് ഒരു കൈപ്പിടി അത്രയും ജഡാമാഞ്ചിയുടെ വേരുകൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഹെയർ ഡൈ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല, മുടി വളരാൻ വേണ്ടിയിട്ടും നമുക്ക് ഹെയർ ഓയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ, കാച്ചെണ്ണയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനകത്തും ഇത് ചേർക്കാവുന്നതാണ് കേട്ടോ. ഒത്തിരി നന്നായിട്ട് നല്ല എഫക്റ്റ് കിട്ടുന്ന ഒരു കാര്യമാണ്. പിന്നെ ഇത് നന്നായിട്ട് തിളയ്ക്കട്ടെ. ആദ്യമായിട്ടാണ് നിങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതും കൂടെ എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മളിടുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി തന്നെ കാണാൻ പറ്റും. ശരീരത്തിലെ വാതകഫ ദോഷങ്ങളൊക്കെ ഉള്ള ശരീരത്തിലെ മുടി കൊഴിച്ചിൽ, അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റായിട്ട് വരുന്ന മുടി കൊഴിച്ചിലൊക്കെ മാറ്റാനായിട്ട് ജഡാമാഞ്ചി വെച്ചിട്ടുള്ള ഹെയർ ഓയിൽ ഉണ്ടാക്കി ഉപയോഗിക്കുന്നത് ഒത്തിരി നല്ലതാണ്. 1-2 മിനിറ്റ് നന്നായിട്ട് ഈ ഒരു മിക്സ് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ബാക്കിയുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്യാം. നമ്മളെപ്പോഴും ഹെയർ ഡൈ തയ്യാറാക്കുമ്പോൾ ഹെയർ ഡൈ എന്നുള്ളതിനപ്പുറം അതിനകത്ത് ഒരു കണ്ടീഷണറും കൂടെ അടങ്ങിയിരുന്നാൽ മുടിക്ക് ഒത്തിരി നല്ല രീതിയിൽ ബെനിഫിറ്റ് ഉണ്ടാവും. കാരണം നമ്മൾ ഹെയർ ഡൈ പറ്റുമ്പോൾ നമുക്ക് എന്തെങ്കിലും സൈഡ് എഫക്റ്റ് കാര്യങ്ങൾ, അതല്ലെങ്കിൽ നീരിറക്കം, അങ്ങനെ തലയുടെ തണവ് പ്രശ്നങ്ങൾ അങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് 1-2 കാര്യങ്ങളും കൂടെ അതിനകത്ത് ചേർക്കാറുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കരിഞ്ജീരകം ചേർക്കാം. കരിഞ്ജീരകം ഇതുപോലെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഹെയർ ഫോളിനും നല്ലതാണ്, മുടി കറുപ്പിക്കാനും നല്ലതാണ്. പക്ഷേ കരിഞ്ജീരകം മാത്രമായിട്ടൊക്കെ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് തലയിൽ തണുപ്പ് കൂടാനൊക്കെ ചാൻസ് ഉണ്ട്. പക്ഷേ വേറെ കുറേ ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ഉപയോഗിക്കുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഹെയർ ഡൈയിൽ എന്തായാലും ഒരു കണ്ടീഷണറിൻ്റെ ഒരു എഫക്റ്റും ഉണ്ടാവും. അപ്പോൾ അതും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് കാപ്പിപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. കാപ്പിപ്പൊടി നല്ലൊരു കണ്ടീഷണറാണ്. അതുപോലെ നിങ്ങൾക്ക് കാപ്പിപ്പൊടി ഇല്ലെങ്കിൽ ഇപ്പോൾ തേയിലപ്പൊടിയാണെങ്കിലും ചേർക്കാം. ഇത് രണ്ടും നല്ല കണ്ടീഷണറിങ് എഫക്റ്റ് കിട്ടുന്നതാണ് മുടിക്ക്. ജഡാമാഞ്ചിയുടെ വേര് വേറൊരു ഗുണം കൂടി ഉൾപ്പെടുന്നതാണ്. ഇതിൻ്റെ വേരടങ്ങിയിട്ടുള്ള ഓയിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് മുറിവ് ഉണക്കാൻ സഹായിക്കും. ജഡാമാഞ്ചി ഓയിലായിട്ട് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കൂടെ നമ്മൾ വെളിച്ചെണ്ണയും ഒരേ അളവിലെടുത്തിട്ട് മുറിവ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടേക്ക് ഇത് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ മുറിവ് നന്നായിട്ട് ഉണങ്ങി വരും. അതുപോലെ തന്നെ ഈ ഒരു ഹെയർ ഡൈ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ നന്നായിട്ട് ഷാമ്പൂ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ താളി ഉപയോഗിച്ചിട്ടോ മുടിയിലെ എണ്ണമയം മുഴുവൻ കളഞ്ഞിട്ട് വേണം ഈ ഒരു ഹെയർ ഡൈ ഉപയോഗിക്കാനായിട്ട്. പിന്നെ കാപ്പിപ്പൊടി ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കണ്ടീഷനിങ് എഫക്റ്റാണ്. മുടി നന്നായിട്ട് സ്മൂത്ത് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. 1 സ്പൂൺ കാപ്പിപ്പൊടി ഞാൻ ഇതിനകത്തേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ 3 കാര്യങ്ങളും ചേർക്കുമ്പോൾ നന്നായിട്ട് തിളച്ച വെള്ളത്തിലേക്കാണല്ലോ ഇത് ചേർക്കുന്നത്. അപ്പോൾ തീ ഒന്ന് കുറച്ചിട്ടിട്ട് അതൊരു ലോ ഫ്ലെയിമിൽ ഒന്ന് ചെറുതായിട്ട് തിളപ്പിക്കുക. 1-2 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ച് കഴിയുമ്പോഴേക്കും അത് ശരിക്കും അതിൻ്റെ ആ ഒരു സത്തൊക്കെ അതിനകത്ത് ഇറങ്ങിയിട്ടുണ്ടാവും. ഇനി അത് ആറി കഴിയുമ്പോഴേക്കും നമുക്കൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ നമ്മളിത് ഓഫ് ചെയ്ത് അത് ആറിക്കഴിഞ്ഞിട്ട് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ഒരു മിനിമം 1/2 ഗ്ലാസ് വെള്ളമെങ്കിലും അതിനകത്ത് ഉണ്ടാവണം. ആ രീതിയിൽ വേണം നമ്മൾ വറ്റിച്ചെടുക്കാനായിട്ട്. അതുപോലെ പെട്ടെന്ന് തന്നെ തലനീരക്കമൊക്കെ വരുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ കരിഞ്ജീരകം ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ തണവ് കെട്ടിയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കരിഞ്ജീരകം വേണമെന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാനായിട്ട് ഇരുമ്പിൻ്റെ ഒരു ചീനച്ചട്ടി വേണം. ഇരുമ്പിൻ്റെ ഇല്ലെന്നുണ്ടെങ്കിൽ സാധാരണ യൂഷ്വലായിട്ടുള്ള ചീനച്ചട്ടി എടുത്താലും മതി. ഇനി അതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. നീലയമരി ഇപ്പോൾ ഞാൻ ചേർക്കുന്നുണ്ട്. 2-3 സ്പൂൺ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം.
അതിലേക്ക് അതേ അളവിൽ തന്നെ നെല്ലിക്ക പൊടിയും ചേർക്കാം. നെല്ലിക്ക പൊടിയായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നെല്ലിക്ക റോ ആയിട്ടുള്ളത് പച്ച നെല്ലിക്ക ആണെങ്കിലും പൊടിച്ചിട്ട് ചേർത്താലും മതി. നീലഗിരി പൊടി ഉപയോഗിക്കാനായിട്ട് എന്തെങ്കിലും അലർജി ഉള്ളവർ മാക്സിമം അത് ഒഴിവാക്കുക. അതിന് പകരമായിട്ട് നിങ്ങൾക്ക് നെല്ലിക്കപ്പൊടിയും അതിൻ്റെ കൂടെ വേണമെങ്കിൽ ഹെന്ന പൗഡറും ചേർക്കാം. ഇനി ഇത് എത്ര ടൈം നിങ്ങളത് തലമുടിയിൽ വെക്കണം എന്നുള്ളത് സാധാരണ ഹെയർ ഡൈ പോലെയല്ല, കുറച്ച് വ്യത്യാസമുണ്ട്. ജടാമാഞ്ചി മുടിക്ക് നല്ല തണവ് തരുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് മുടി വളരാനും ഒത്തിരി നല്ലതാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് നേരം അത് തലയിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. നമുക്കൊരു ഈ ഒരു ഹെയർ ഡൈ ഉണ്ടാക്കിയതിന് ശേഷം നന്നായിട്ട് അത് തലയിൽ മുഴുവനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് അല്ലെങ്കിൽ നിറയുള്ള സ്ഥലത്ത് മാത്രമായിട്ട് നിങ്ങൾക്ക് തേക്കാം. എങ്ങനെയാണെങ്കിലും അരമണിക്കൂറിന് ശേഷം നിങ്ങളത് കഴുകി കളയണം. അപ്പോൾ നമ്മൾ പറഞ്ഞ 2 പൊടികൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആദ്യം നമ്മൾ എടുത്തു വെച്ചിരുന്ന ആ ഒരു മിക്സ് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. 1/2 ഗ്ലാസ്സാണ് നമ്മൾ ആദ്യം ജടാമാഞ്ചിയൊക്കെ വറ്റിച്ചെടുത്ത ആ വെള്ളം എടുത്തു വെച്ചിരിക്കുന്നത്. അതിപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ഇതിനകത്തേക്ക് ഇടുന്ന ഈ ഇപ്പോൾ പൊടികളുടെ ഇടുന്ന അളവ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചുമൊക്കെ എടുക്കാം കേട്ടോ. ഇപ്പോൾ നിങ്ങൾ പൊടികൾ കൂടുതൽ എടുക്കുകയാണ്, കുറച്ചും കൂടെ കൂടുതൽ നരയുള്ളവരാണെങ്കിൽ പൊടികൾ വേണമെങ്കിൽ കൂടുതൽ എടുക്കാം. സെയിം അളവിൽ തന്നെ എടുത്താൽ മതി രണ്ടും. അതിനുശേഷം നമ്മൾ ഒഴിക്കുന്ന വെള്ളം ഏകദേശം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല തിക്ക് പേസ്റ്റ് രൂപത്തിൽ നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന അത്രയും തിക്ക് പേസ്റ്റ് രൂപത്തിൽ. ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പറയുന്ന ജടാമാഞ്ചി ഒരു സ്നിഗ്ധ സ്വഭാവമുള്ളൊരു ചെടിയാണെന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എണ്ണമയമുള്ളൊരു സ്വഭാവമുള്ളൊരു ചെടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മുടിയിൽ ഈ ഒരു ഹെയർ ഡൈ അപ്ലൈ ചെയ്യുന്ന സമയത്ത് മുടിയിലുള്ള ബാക്കിയുള്ള എണ്ണമയം മുഴുവൻ കളഞ്ഞതിന് ശേഷം ഷാമ്പുവോ താളിയോ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യാം. അത് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് എണ്ണമയം മുഴുവനായിട്ട് കളഞ്ഞിട്ട് വേണം ഈ ഒരു ഹെയർ ഡൈ മുടിയിലേക്ക് ചെയ്യാനായിട്ട്. മാത്രമല്ല നിങ്ങൾ ഈ ഒരു ഹെയർ ഡൈ ഉപയോഗിക്കുമ്പോൾ ശരിക്കും നരയുള്ള ഭാഗങ്ങളിലാണല്ലോ സാധാരണ നമ്മൾ ഹെയർ ഡൈ ചെയ്യാറ്. പക്ഷേ നമ്മൾ ഈ ഹെയർ ഡൈ ചെയ്യുന്ന സമയത്ത് മുടിയുടെ റൂട്ട് മുതൽ ഈ ഒരു തിക്ക് പേസ്റ്റ് ഇട്ട് കൊടുക്കണം നന്നായിട്ട്. നമ്മളിപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്ത് വെച്ചെങ്കിലും നമ്മുടെ ഹെയർ ഡൈ റെഡി ആയിട്ടില്ല. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ആവണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം നമ്മളിത് അടച്ച് വെക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ശരിക്കും നമ്മൾ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി തന്നെ എടുക്കുക. കാരണം ആ ഒരു അയണിൻ്റെ കണ്ടൻറ്റ് മുഴുവൻ അതിനകത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴേക്കും ആ ഹെയർ ഡൈയുടെ കളർ മാറി നല്ല കറുത്ത കളറിലായിട്ട് വരും. അപ്പോൾ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി ഇല്ലാത്തവരാണെങ്കിൽ ഇപ്പോൾ സാധാരണ അലുമിനിയം ചീനിച്ചട്ടിയൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങളൊരു ആണി എടുത്തിട്ട് ആണി ഇതിനകത്തേക്ക് ഇട്ട് വയ്ക്കുക. അപ്പോൾ അത് ഇരുന്ന് തുരുമ്പ് വന്നിട്ട് ആ ഒരു അയണിൻ്റെ കണ്ടൻറ്റ് മുഴുവൻ അതിനകത്തേക്ക് ഇറങ്ങി ചെല്ലും. ഞാനിപ്പോൾ ഇത് വൈകിട്ടാണ് ചെയ്യുന്നത്. വൈകുന്നേരം ചെയ്തിട്ട് അങ്ങനെ തന്നെ അടച്ച് വയ്ക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ നമുക്കിത് എടുത്ത് നോക്കാം. അത്രയും നേരം ഓവർനൈറ്റ് ഫുള്ളായിട്ട് അത് അങ്ങനെ തന്നെ അടച്ച് വയ്ക്കാം. അപ്പോൾ നെക്സ്റ്റ് ഡേ എടുത്ത് നോക്കുമ്പോൾ നമുക്കതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് പിറ്റേ ദിവസം എടുത്ത് ഉപയോഗിക്കുന്ന സമയത്താണെങ്കിലും നമുക്ക് ഏത് ടൈമിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. രാവിലെയോ അല്ലെങ്കിൽ പിറ്റേ ദിവസം വൈകിട്ടോ ഉപയോഗിക്കാം. നന്നായിട്ട് അടച്ച് വെച്ചാൽ മാത്രം മതി ഇതുപോലെ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്കത് ലാസ്റ്റ് കിട്ടും. നല്ല കളറ് മാറിയിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും നല്ല കളർ ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നാച്ചുറൽ ഹെയർ ഡൈ വേറെ കെമിക്കൽസ് ഒന്നും ഉപയോഗിക്കാത്ത നാച്ചുറൽ ഹെയർ ഡൈ നമുക്ക് കൂടുതൽ നല്ല എഫക്റ്റീവായിട്ട് കിട്ടണമെങ്കിൽ റൂട്ട് മുതൽ തന്നെ ഹെയറിൻ്റെ റൂട്ട് മുതൽ തന്നെ ഉപയോഗിക്കാം. അതുകൊണ്ട് തന്നെ ഇനി പുതിയതുണ്ടായിട്ടുണ്ടാവുന്ന മുടികളൊന്നും നരയ്ക്കാതിരിക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും. ഡ്രൈ ആയിട്ടിരിക്കുന്ന ഒരു സ്കാൽപ്പിനാണ് ഈ ഒരു ഹെയർ ഡൈ കൂടുതൽ ചേരുക. അപ്പോൾ അങ്ങനെയുള്ളവർ ഈ ഹെയർ ഡൈ എന്തായാലും ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ബാക്കിയുള്ള സ്കിൻ ടൈപ്പിനുള്ള ഹെയർ ഡൈ നമ്മൾ പല വീഡിയോസായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് കണ്ടു നോക്കണം.